Audio Jungle. Audio Jungle. ഹായ് ഫ്രണ്ട്സ്, ഡെയിലി ഡയറി വിത്ത് മളവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കുഞ്ഞ് അടുക്കളത്തോട്ടത്തിൻ്റെ വിശേഷം കണ്ടാലോ. ഇതുപോലെ എന്തെങ്കിലും നടുന്നതും ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നതും ഒക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പം ഒരുപാട് സ്ഥലം, നമുക്ക് അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്തുകൊണ്ട് ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിക്കൂടാ എന്നുള്ളതായിരുന്നു എൻ്റെ ഹസ്ബൻഡിൻ്റെ ചോദ്യം. അപ്പോൾ അതിനുവേണ്ടി കഷ്ടപ്പെടാൻ താല്പര്യമില്ല എന്നുള്ളതായിരുന്നു എൻ്റെ മറുപടിയും. പക്ഷേ എന്നെ അങ്ങനെ വിടാനായിട്ട് പുള്ളിക്കാരെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് കുറച്ചേറെ വിത്തുകളൊക്കെ വാങ്ങിച്ച് തന്ന് അതൊക്കെ നമ്മൾ ഒരു ഓൺലൈനായിട്ടൊരു പേജിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി വിത്തുകളായിരുന്നു. ഒരു 7-8 ടൈപ്പ് ഞാൻ വിത്തുകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 5 രൂപ 10 രൂപ നിരക്കിലൊക്കെയാണ് ആദ്യമേ വിത്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അത്യാവശ്യം വിലക്കുറവാണെന്നും പറഞ്ഞ് ക്വാളിറ്റി കുറവൊന്നും ഇല്ല കേട്ടോ. നല്ല ക്വാളിറ്റി വിത്തുകൾ തന്നെ ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം വാങ്ങിച്ചു. അപ്പം നട്ടതിൻ്റെ രീതികളാണെന്ന് തോന്നുന്നു. നല്ല രീതിക്കൊന്നും വന്നിട്ടില്ല, എന്നാൽ അത് മോശമായിട്ട് പോയിട്ടുമില്ല. അത്യാവശ്യം നമുക്ക് വിചാരിച്ചത്ര ഒരു റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നുമ്പോൾ നമുക്ക് ഒരു സങ്കടമൊന്നുമില്ല കേട്ടോ. നല്ല സന്തോഷം മാത്രമേ ഉള്ളൂ. കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളീ നടുന്നത് ഇങ്ങനെ പിടിച്ചിങ്ങനെ നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ. ആ ഒരു സന്തോഷത്തിലാണ് ഞാനിപ്പോൾ. എന്നാലും നമുക്ക് അത്യാവശ്യം കുറച്ച് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ ചീര നട്ടതിൻ്റെ കുറച്ചിതുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം കാണുന്ന ഈ കുറച്ച് ചീരകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ അല്ലാതെ ഞാൻ ചോളം നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് 4 വിത്ത് ആ ചോളത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആ 4 വിത്തും എനിക്ക് കിളിച്ച് ആ ഒരു മരം കണക്ക് വന്ന് നിൽപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് ആദ്യമായിട്ട് എനിക്ക് കിട്ടിയ പാവയ്ക്കയാണ് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. ഇതൊക്കെ ഇങ്ങനെ പൂവിട്ട് നിൽക്കുന്നതും ഇങ്ങനെ കാഴ്ച നിൽക്കുന്നതൊക്കെ കാണുമ്പോൾ തന്നെ വലിയ സന്തോഷമാണ്. പിന്നെ ഈ പയറുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ഇപ്പം തന്നെ 3-4 പയറൊക്കെ ഇതിലായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ പടത്തിയതിൻ്റെതാണോ, ഇനി ഞാൻ ഒരു കവറിൽ തന്നെ ആദ്യമേ കഷ്ടപ്പെടാൻ വയ്യാത്തത് കൊണ്ട് ഞാൻ 3-4 ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായ ഇതൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ കുറച്ചിതുണ്ട്. പിന്നെ ഈ ചീര കണ്ട, ഇത് ഒത്തിരി നാളായെന്ന് വെച്ചാൽ 2 മാസം ഇത് നട്ട് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഭാഗത്ത് ചീര നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുത്തെതെല്ലാം നല്ല രീതിക്ക് തഴച്ച് വളർന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ഒരുമാതിരി മുരടിച്ച പോലെ നിന്നു. അപ്പം ഞാനിതിപ്പോൾ എന്തായാലും ഇന്ന് വെട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു തോരൻ വയ്ക്കാനൊക്കെ ഉള്ളത് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഇലകളൊക്കെ ഇതുപോലെ എന്താ പറയുന്നത്, ഇങ്ങനെ ചെറിയ ഇലകളും ഒരുപാട് ഹൈറ്റൊന്നും ഇല്ലാതെ ആ ഒരു തരത്തിലാണ് നിന്നത്. അപ്പം എനിക്ക് ഏകദേശം ഇത്രത്തോളം ചീരയൊക്കെ അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള എൻ്റെ പ്രതീക്ഷകളൊക്കെ ദൈ നിൽക്കുന്നവനിലാണ്. സ്വീറ്റ് കോണാണ്. അപ്പം 4 എണ്ണം എനിക്ക് അവർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. 5 രൂപയോ 10 രൂപയോ ഉണ്ടായിരുന്നു ഇതിൻ്റെ വില വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓർക്കുന്നില്ല, 5 അല്ലെങ്കിൽ 10 ഒക്കെ ആയിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല ക്വാളിറ്റി വിത്ത് തന്നെ ആയിരുന്നു. എനിക്ക് ഇപ്പം ഏകദേശം ഞാനിത് നട്ടിട്ട് തന്നെ 1 മാസം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പോൾ ഇത്രത്തോളം വളർന്നിട്ടുണ്ട്. അപ്പോൾ ഒരു 1-2 മാസത്തിനുള്ളിൽ തന്നെ ഇതിൽ നിന്ന് വിളവെടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ അപ്പോൾ അത് വിളവെടുക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു വീഡിയോ സെപ്പറേറ്റ് ഇട്ട് തരുന്നതായിരിക്കും. ഇതിൽ പിന്നുള്ള നീളം വഴുതനയാണ്. അതും ഏകദേശമൊക്കെ വളർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ വളർന്ന് വന്നാൽ ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരും. വളർന്ന് വന്നില്ലെങ്കിൽ ഞാൻ വീഡിയോ തരത്തില്ല നിങ്ങൾക്ക്. പിന്നെ ഞാൻ കുറച്ച് മുളകും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. മുളകുണ്ട്, കോളിഫ്ലവർ, ക്യാബേജൊക്കെ ഉണ്ട്. അതൊക്കെ മുകളിലാണ്. പിന്നെ ഒരു ബേബി പൊട്ടറ്റോ എന്നും പറഞ്ഞിട്ട് ചെറിയ തക്കാളിയുടേതും ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിൽ കാണിച്ചു തരും. അപ്പം ഇത് നമ്മൾ വിചാരിച്ച റിസൾട്ട് കിട്ടിയിട്ടില്ല എന്നും പറഞ്ഞ് ഞാൻ ഇതിൽ നിന്ന് തോറ്റ് പിന്മാറുന്നില്ല. അപ്പോൾ കുറച്ച് സ്ഥലങ്ങളും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിലോട്ട് അത്യാവശ്യം നല്ല രീതിക്ക് അറിയാവുന്നവരുടെ അടുത്ത് ചോദിച്ചിട്ട് നല്ല രീതിക്ക് കുറച്ച് കൃഷികളൊക്കെ ചെയ്താൽ എന്തെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മുകളിൽ കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.